എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പിന്നെ അതുപോലെ ഒരു കാര്യമെന്ന് വെച്ചാൽ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ കേരളം എങ്ങോട്ട് പോവുകയെന്ന് വെച്ചാൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഉമ്മറത്ത് വെച്ചിട്ട് കുളിച്ചിട്ട് പ്രതിഷേധം ചെയ്യുക, നടു റോഡിൽ പോയി കുളിച്ചിട്ട് പ്രതിഷേധം ചെയ്യുക, പിന്നെ റോഡിൽ കൂടെ അയ്യോ എനിക്ക് വയ്യ ചുമ. പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ അതിനേക്കാളേറെ വിപരീതമായിട്ട് മറ്റൊരു തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഹരീഷ് പേയാട്. അപ്പോൾ പുള്ളിക്കാരനെ എല്ലാവരും അറിയുന്നതാണ്. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടനാണ് അദ്ദേഹം. അപ്പോൾ ഈ പുള്ളിക്കാരൻ പല രീതിയിലും പ്രതികരിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, ബിന്ദുവിനെ അറിയാമോ, അങ്ങനെ ഒരു പ്രതികരണം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കണം. കാണാത്തവർക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക. പനിയൊക്കെയാണ് കേട്ടോ, അതിൻ്റേതായിട്ടുള്ള ഒരു വല്ലായ്മയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിക്കാരൻ്റെ ഒരു പ്രതികരണം കാണാം. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നതെന്നൊക്കെ വീഡിയോയുടെ അവസാനം അയാൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. പൊതുസമൂഹത്തിന്റെ നികുതിപ്പണം കൊണ്ട് നടത്തുന്ന ചലച്ചിത്രമേളയിൽ പ്രതിഷേധിച്ചവരെ പട്ടികളും നായ്ക്കളുമായി ഉപമിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ മാടമ്പിത്തരത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ കൂവലും കുരയും. മേലാൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ ആവർത്തിക്കാതിരിക്കുക. ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതിഷേധവും കണ്ടിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത പ്രതിഷേധമായിപ്പോയി. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിന് ഇദ്ദേഹത്തിന് വന്നിരിക്കുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞാലുണ്ടല്ലോ, പെറ്റതള്ള സഹിക്കാത്ത രീതിയിലുള്ള കമൻറ്റുകൾ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത്തിരി മാന്യമായിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ ഞാനിവിടെ വായിക്കാം. ഏതാ ഈ കുറുക്കൻ പണ്ടേ ഒരു കണ്ണാടി എടുത്ത് മുൻപിൽ പിടിച്ച് കൂവിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഭ്രാന്തിൻ്റെ വക്കിലെത്തില്ലായിരുന്നു. പിന്നീടുള്ളതെന്ന് വെച്ചാൽ, എന്തൊരു അവസ്ഥ, ഇവരുടെയൊക്കെ ഇടയിലാണല്ലോ ഞാനും ജീവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. പിന്നെ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ച് പുക വലിച്ച് കയറ്റിയ വട്ടൻ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ രഞ്ജിത്ത് എവിടെ നിന്നാണ് കമ്മ്യൂണിസം പഠിച്ചതാവോ, അഭിപ്രായം പറയുന്നവരെ അധിക്ഷേപിച്ചാൽ പിണറായിയോ മോദിയോ ആകുമോ, ആന വാപൊളിക്കുന്നത് പോലെ അണ്ണാൻ ശ്രമിച്ചാൽ കാഴ്ചക്കാർ എന്ത് ധരിക്കുമെന്ന് ആലോചിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവൻ കുറുക്കന് ഉണ്ടായതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രതിഷേധം 2 അടിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇയാൾക്കൊക്കെ എന്താ തുടങ്ങിയത്, അതായത് ഇയാൾക്കൊക്കെ എന്ന് തൊട്ടാ തുടങ്ങിയതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ചിരിച്ച് ചത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കണക്ക് തന്നെ വിഷപ്പുക ശ്വസിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളും പറയുന്നത് പുള്ളിക്കാരൻ എന്തോ അടിച്ചിട്ടാണിത് പറയുന്നത് എന്നാണ് പല ആളുകളും പറയുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തെ, എന്തിനാണ് ഇങ്ങനെ കിടന്ന്, നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ പ്രതിഷേധം അറിയിക്കാം. ഒരു നല്ല രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും നിങ്ങളുടെ പ്രതിഷേധം അവിടെ അറിയിക്കാൻ സാധിക്കും. ഇത് ഈ വയസ്സാം കാലത്ത് എന്തിനാണ് മറ്റുള്ളവരെ കൊണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറയിക്കാനായിട്ട് പലതരത്തിലുള്ള, അതായത് നമ്മൾ കണ്ടതാണ് ബിന്ദുവിനെ അറിയാമോ, പിന്നെ നമ്മുടെ വേടൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ ഇതുപോലെ ഒരു പ്രതിഷേധം വച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ എയറിൽ കയറിയതായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ വീണ്ടും അടുത്തതായിട്ട് വന്നിട്ടുണ്ട്. അന്നും ആളുകൾ പറഞ്ഞത് ഈ പുള്ളിക്കാരൻ എന്തൊക്കെയോ
കഞ്ചാവോ MDMA ഒക്കെ അടിച്ചിട്ടാണ് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ദേ വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കണ്ണിന് രസമുണ്ട്, കോമഡി ആയിട്ട് തോന്നും. എന്നാൽ വേറെ ചില ആളുകൾ ഇദ്ദേഹം കഞ്ചാവോ അതുപോലെ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ട് കാണിക്കുന്ന പേക്കൂത്തായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ആണെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രതിഷേധത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബായ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ കൊറോണ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് കൊറോണയിലൊരു 7 മരണം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊറോണയെന്ന് നിസ്സാരമായിട്ട് നിങ്ങൾ ആരും കരുതരുത്. അതുപോലെ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും വയ്യായ്ക ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പുറത്തേക്കൊന്നും പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി ജലദോഷവും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പുറത്തേക്കൊന്നും പോവണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുക. നന്നായിട്ട് വെള്ളമൊക്കെ ചൂടുവെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്യുക. നമുക്ക് ജലദോഷമായാലും മറ്റെന്ത് ബുദ്ധിമുട്ടെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലുള്ള കൊച്ചു മക്കളെയൊന്നും അധികം എടുത്ത് കൊഞ്ചിക്കാതെയൊക്കെ ഇരിക്കുക. നമ്മൾ ഒരുപാട് പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനേക്കാളും വലുതിനെ നമ്മൾ അതിജീവിച്ചില്ലേ. അപ്പോൾ പിന്നെ പേടിയൊന്നും വേണ്ട, നമ്മൾ നല്ല കരുതലോടുകൂടി ഇരുന്നാൽ മതിയാവും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്കും ഉണ്ട് പനി, ജലദോഷമുണ്ട്, ചുമയുണ്ട്, കഫം കെട്ടിയിട്ടുണ്ട്, നന്നായിട്ട് തൊണ്ടക്കുഴിയിലൊക്കെ കഫം കെട്ടിയിട്ടുണ്ട്. എന്ന് കരുതി നമ്മൾ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ റീച്ച് കുത്തനെ താഴേക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് റെസ്റ്റ് ചെയ്ത് മിണ്ടാണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.